ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 13. പ്രകൃതി പുരുഷൻ ക്ഷേത്രജ്ഞൻ. ശ്ലോകം 4, പേജ് നമ്പർ 662. തത് ക്ഷേത്രം യച്ച യാദൃക് ച യദ്വികാരി യതശ്ച യത് സ ച യോ യത് പ്രഭാവശ്ച തത്സമാസേന മേ ശൃണു. പദാനുപദം. തക്ഷേത്രം ആ ക്ഷേത്രം, യത് ച യാതൊന്നാണെന്നും, യാദൃക് ച ഏതു വിധത്തിലുള്ളതാണെന്നും, യദ്വികാരി ഏതുവിധ മാറ്റങ്ങളുള്ളതാണെന്നും, യതഃ ച യത് ഏതിൽ നിന്ന് യാതൊരു വിധം സംഭവിച്ചതാണെന്നും, സഹ ച അവനും ആ ക്ഷേത്രജ്ഞനും, യഹ യാതൊരു വിധമുള്ളവനാണെന്നും, യത് പ്രഭാവഃ ച ഏതെല്ലാം പ്രഭാവങ്ങളുള്ളതാണെന്നും, തത് അതിനെ, മേ എന്നിൽ നിന്ന്, സമാസേന സംക്ഷേപിച്ച്, ശൃണു ശ്രവിച്ചാലും. വിവർത്തനം. ഈ കർമ്മക്ഷേത്രം, അതിൻ്റെ ഘടന, അതിന് നേരിടുന്ന മാറ്റങ്ങൾ, അതിൻ്റെ ഉദ്ഭവകാലം, കർമ്മക്ഷേത്രങ്ങളുടെ ജ്ഞാതാവ്, ജ്ഞാതാവിൻ്റെ സ്വാധീനത, ഇവയെക്കുറിച്ചെല്ലാം ഞാൻ സംക്ഷിപ്തമായി പറഞ്ഞുതരാം. ദയവായി കേൾക്കൂ. ഭാവാർത്ഥം. പ്രവർത്തന മേഖലകളെയും അതിൻ്റെ ജ്ഞാതാവിനെയും അവയുടെ തനി സ്വരൂപത്തിൽ ഭഗവാൻ പ്രതിപാദിക്കുന്നു. ഈ ശരീരത്തിൻ്റെ ഘടന എങ്ങനെ, അത് ഏതെല്ലാം പദാർത്ഥങ്ങളെ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത്, ആരുടെ വരുതിയിലാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്, ഇതിന് എപ്രകാരം മാറ്റങ്ങൾ നേരിടുന്നു, ആ മാറ്റങ്ങളുടെ ഉത്പത്തി എവിടെ നിന്ന്, കാരണങ്ങൾ ഏവ, വ്യക്തിഗതനായ ജീവാത്മാവിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ത്, യഥാർത്ഥ രൂപമെന്ത് എന്നതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. വ്യക്തിഗത ജീവാത്മാവിനും പരമാത്മാവിനും തമ്മിലുള്ള വ്യത്യാസം, അവയുടെ വ്യത്യസ്തങ്ങളായ സ്വാധീനതകൾ, സാധ്യതകൾ എന്നിവയെക്കുറിച്ചും അറിയണം. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിവരണങ്ങളിൽ നിന്ന് നേരിട്ടു പഠിക്കുന്നതുകൊണ്ട് ഈ അറിവെല്ലാം നേടാവുന്നതാണ്. ഒന്നോർക്കണം, സർവശരീരങ്ങളിലും വാഴുന്ന പരമദിവ്യോത്തമ പുരുഷനും വ്യക്തിഗത ജീവാത്മാവും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ ശ്രമിക്കണം. പ്രബലമായതിനെയും
ദുർബലമായതിനെയും തുല്യമെന്ന് കരുതുന്നത് പോലെയാണത്. ഹരേ കൃഷ്ണ.